ഇതിപ്പോ എന്താ ഒരു നേവി കളി, അതും കർണാടകത്തിൽ നിന്ന്. കുരിയച്ചൻ നേവിക്കാർക്കും പട്ടിക്കുഞ്ഞുങ്ങളെ സപ്ലൈ ഇടപാടുണ്ടായിരുന്നു മംഗലാപുരത്ത്. നേവിയിലും ഡോഗ് സ്ക്വാഡ് ഉണ്ടോ? പട്ടാളത്തിലൊക്കെ ഉണ്ടത്രേ, അപ്പൊ പിന്നെ നേവിയിലും കാണാതിരിക്കൂലേ? നേവിയിൽ അങ്ങനെ സ്ക്വാഡായിട്ടൊക്കെ ഉണ്ടോ? ആ, ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും. ഷേടാ, പുള്ളി ഇത് ബ്രീഡ് ചെയ്ത് എവിടെ വരെ പോയി? കുരിയച്ചൻ എങ്ങാനും പോലീസുകാർ ജീവനോടെ തപ്പിയെടുത്ത നേവിക്കാരൻ എന്തോ കള്ളക്കളി പുറത്തു വരാനുണ്ട്. പാപ്പൻ സാറ് പറഞ്ഞാണേ. അപ്പോൾ വരവ് ഒഫീഷ്യൽ ആവാൻ ചാൻസ് ഇല്ല. സത്യം, ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷനല്ല. കേസ് എന്ന് പറഞ്ഞോ? കേസ് കുരിയച്ചൻ വാ തുറന്നു കഴിഞ്ഞാൽ നേവിക്കാരൻ പെട്ടോന്ന് എന്താ കേസ് അത്ര അറിയാം. പണിയും പോവും, ചിലപ്പോൾ അകത്തോ. വലിയ വലിയ ടീമുകളായിട്ടായിരുന്നു കുര്യച്ചൻ എപ്പോഴും കണക്ഷൻ. അങ്ങനെ കുറെ കാലം എല്ലാത്തിനും ഊരി പോകുന്നത്. പക്ഷേ ഒരെണ്ണത്തെ കേസിനെ പറ്റി നാറിയ ഇതാ അവസ്ഥ. കൈയൊടിയെന്ന് മാത്രമല്ല, കൂടെ നിന്നവന്മാർ തന്നെ ചിലപ്പോൾ തീർക്കാനും നോക്കും. ഇനിയും വലിയ ആവശ്യക്കാർ. കുറേ നാൾ മുമ്പ് ഒരു മോഹൻ പോത്തൻ കാട് കയറിയാലും നിന്നോട് പറഞ്ഞിട്ടില്ലേ? മോഹൻ പോത്തര? ആ നീ ഇവിടെ വരുന്നതിന് മുമ്പാ. മോക്ക് ഓർമ്മയില്ലേ? അങ്ങേരും കുര്യച്ചന് വേണ്ടി തന്നെ വന്നതായിരുന്നു ഉറപ്പാ. നിന്റെ ഈ നേവിക്കാരന് വേണ്ടിയുള്ള CID പണിയൊക്കെ കൊള്ളാം. പക്ഷെ നീ ചേട്ടത്തിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പിള്ളേരുകളെയൊക്കെ കുറക്കണം. പല ജാതി ടീമുകളാണ് കറങ്ങിടക്കുന്നത്. ആ കാട്ടുകുന്നാണെങ്കിൽ കാറ്റ് വിസിലടിക്കുന്ന സ്ഥലം. കരഞ്ഞാൽ പോലും ആരും കേൾക്കുകയില്ല.